ബ്രിക്സ് നിങ്ങൾക്കറിയാം, ഇന്ത്യ, റഷ്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഇത് ബേസിക്കലി ഒരു ബാങ്കിങ് ആണ്. അതായത് കോമൺ കറൻസി കൊണ്ടുവരുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് തുടങ്ങിയത്. ഉറപ്പായിട്ടും ഇത് ചൈനയുടേതാണ്. കാരണം 40% പണം നിക്ഷേപിച്ചിരിക്കുന്ന ചൈനയാണ്. ബാക്കി ഇന്ത്യയും റഷ്യയും 18% വെച്ചാണ്, 18% വെച്ചാണ്. ബാക്കി സൗത്ത് ആഫ്രിക്ക. ബേസിക്കലി ചൈനയുടേതാണ്. അത്രയേ ഉള്ളൂ. ഇന്ത്യ അതിൻ്റെ കൂടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ വലിയ സംഭവമായിരുന്നു നേരത്തെ ബ്രിക്സിന്റെ മീറ്റിങ്ങിൽ. ബ്രിക്സിന്റെ കറൻസി കൊണ്ടുവരണം, അത് കൊണ്ടുവരണം, ഡോളറിനെ മാറ്റണം, അത് മാറ്റണം. അന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ബ്രിക്സ് എന്ന് പറയുന്നത് ചൈനയുടേതാണ്. ഇത് ചൈനയ്ക്ക് മേധാവിത്വം കൊണ്ടുവരാൻ, അവരുടെ കറൻസിക്ക് മേധാവിത്വം കൊണ്ടുവന്ന് ഡോളറിനെ ചലഞ്ച് ചെയ്യാനുള്ള പരിപാടിയാണ്. പല ആൾക്കാർക്കും വിശ്വാസമായില്ല, എന്നാൽ വളരെ വിശ്വസിച്ചോളൂ. റഷ്യ പോലും ഇപ്പോൾ ബ്രിക്സിന്റെ മീറ്റിംഗ് ഇന്ത്യ നടക്കാൻ പോകുന്നത്. റഷ്യ പോലും ആവശ്യപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാനെ ബ്രിക്സിന്റെ മെമ്പറാക്കണം. ബ്രിക്സ് ഓൾറെഡി ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട് സൗദി അറേബ്യയ്ക്ക് മെമ്പറാകാൻ. അവരൊന്നും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ബ്രിക്സിന്റെ മീറ്റിംഗ് സമയത്താണ് അമേരിക്കൻ പ്രസിഡന്റ് ബ്രിക്സ് ലീഡേഴ്സിനോട് പൊട്ടൻഷ്യലായിട്ട് ത്രെട്ട് പറഞ്ഞു, അമേരിക്കൻ കറൻസിയെ തൊട്ട് കളിച്ചാൽ വിവരം അറിയും. അതിനൊന്നും മുതിരണ്ട. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് റിപ്ലൈ കൊടുത്തു, ഡോളറുമായിട്ട് ഞങ്ങൾ ഗെയിമിനില്ല. പക്ഷെ ഇന്ത്യയിലുള്ള പല ആൾക്കാർക്ക് ഇതിൻ്റെ ശരിക്കുള്ള എക്സാക്റ്റ് കാര്യം, കാരണം ഞാൻ ഇവിടെ ഡീപ്പായിട്ട് പഠിക്കുന്നവർക്കൊക്കെ അറിയാം. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ അലക്കുന്നവർക്കൊന്നും ഈ സംഭവം അറിയത്തില്ല. എന്താണ് ബ്രിക്സ്? ബ്രിക്സ് എന്തുവാണെന്ന് അറിയാം. അതിൻ്റെ ഡീപ്പ് പെനട്രേഷൻ എന്ന് പറയുന്നത് ചൈനയാണ് താല്പര്യം. ചൈനയും റഷ്യയും. അവർക്ക് അമേരിക്കൻ ഡോളറിനോട് താല്പര്യമില്ല. അത് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മറ്റൊരു സംഭവം കൊണ്ടുവരണം. അതിനെ ചൈന ഡോമിനേറ്റ് ചെയ്യും. അത് ഇന്ത്യയും കൂടെ പാർട്ട്ണറാക്കുന്നു, കൂടെ സൗത്ത് ആഫ്രിക്കയെ നിർത്തുന്നു, ബ്രസീലിനെ നിർത്തുന്നു. ഇതാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് ഈ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്തുവാ? റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യയിൽ വന്നിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എയർപോർട്ടിൽ പോയി അദ്ദേഹത്തെ കാറിൽ വിളിച്ചുകൊണ്ട് വരുന്നു. വലിയ സംഭവമായിരുന്നു. ഇന്ത്യൻ മീഡിയ ഒക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞു, റഷ്യയിൽ നിന്ന് Su-57 വാങ്ങുന്നു, S-400 വാങ്ങുന്നു, അത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നു, S-500 വാങ്ങുന്നു. ഞാൻ പറഞ്ഞു, ഒരു പുല്ലും നടക്കത്തില്ല. ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞത്, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അമേരിക്കൻ സാധനങ്ങൾ, അമേരിക്കൻ ഹാർഡ്വെയർ, അതേപോലെ രണ്ടാമത് നമുക്കായിരുന്നു ഇസ്രായേൽ ഹാർഡ്വെയർ. ഈ രണ്ടുപേരും ഇറങ്ങുന്ന. കാരണം അത് പൂവനാണ്, അത് പാട്ടയാണ്, ഒന്നിനും കൊള്ളത്തില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വെനൂസിൽ അവിടെ എന്താ ഉണ്ടായത്? ഈ അമേരിക്കൻ എയർക്രാഫ്റ്റുകളും ചോപ്പറും വന്ന സമയത്ത് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം അവിടെ പോയി. എന്തെങ്കിലും തൊടാൻ പറ്റി, അവർ അറിഞ്ഞു പോലും ഇല്ല എന്തോ സംഭവിക്കുന്നത്. അതുകൊണ്ട് അത് പാട്ടയെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ആ ടോപ്പിക്കിലോട്ട് ഞാൻ ബ്രിക്സിലോട്ടാണ് വരുന്നത്. എന്തുകൊണ്ടാണ് റഷ്യ പാകിസ്ഥാനെ ബ്രിക്സിൽ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത്? ഒറ്റ കാര്യമുള്ളൂ. കാരണം ഇന്ത്യ റഷ്യയുടെ നിന്ന് ഹാർഡ്വെയർ ഫർദറൊന്നും വാങ്ങും എന്ന് ഉറപ്പ് കൊടുത്തില്ല. കാരണം അവരുടെ മാർക്കറ്റ് പോവുക. പക്ഷെ പാകിസ്ഥാൻ ഫ്യൂച്ചറിൽ റഷ്യൻ എക്യുപ്മെന്റ്സ് വാങ്ങും എന്നവർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ബയലാറ്ററൽ ഡയലോഗ്സ് ഒന്നും നടന്നില്ല. പക്ഷെ റിലേഷൻഷിപ്പ് ചൈന മീഡിയേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് റഷ്യ ആവശ്യപ്പെടുന്നത് പാകിസ്ഥാനെയും ബ്രിക്സിന്റെ മെമ്പർ രാജ്യമായിട്ട് കൊണ്ടുവരണം. ആർക്ക് അടി കിട്ടി? ഇന്ത്യക്കല്ലേ അടി കിട്ടി. ഇന്ത്യയാണ് പാകിസ്ഥാനെ ഒപ്പോസ് ചെയ്യുന്നത്. പാകിസ്ഥാൻ നേരത്തെ ആപ്ലിക്കേഷൻ കൊടുത്തു. ഇന്ത്യയിലാണ് നടക്കാൻ പോകുന്നത്. ഇപ്പം ഇന്ത്യ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്സിന് പിന്നെ പ്രാധാന്യമില്ല. ചൈന ഗ്രാജുവലായിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന, അത് പൊട്ടൻഷ്യലായിട്ട് ആ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി അങ്ങ് മാറ്റും, അവരുടെ കറൻസി അങ്ങ് മാറ്റും, ഇൻവെസ്റ്റ്മെന്റ് അങ്ങ് മാറ്റും, റഷ്യ അങ്ങ് മാറ്റും, സൗത്ത് ആഫ്രിക്കൻ ന്യൂട്രലായിട്ട് അവരും അങ്ങ് പിന്മാറും. പിന്നെ ബ്രിക്സിലാറുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാനെ അവർ കൊണ്ടുവരും.
അതാ ഞാൻ പറഞ്ഞു, ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പും അതിന് ശേഷവും ഉണ്ടായ ഗ്ലോബൽ ചേഞ്ചസ് ആണിത്. കാരണം നമുക്ക് ഈ ബ്രിക്സിന്റെ കൂടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ത്യക്ക്. കാരണം ചൈന ഉണ്ടാക്കിയെടുത്ത പല സംഭവമുണ്ട്. ബ്രിക്സ്, SCO, ഷെങ്കൻ കോർപ്പറേഷൻ ഓർഗനൈസേഷൻ, ASEAN, അതും അവരുടെ ഒരു സാധനമാണ്. ഇന്ത്യയുടെ ഒരു സാധനം പറ്റേ പണ്ട് സാർക്കുണ്ട്, അതില്ലാതായി. അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഭാഗത്ത് അമേരിക്ക, G7, G20, മറ്റുള്ള രാജ്യങ്ങൾ, അതിനകത്ത് ഇന്ത്യയെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് G7 കൊണ്ടുപോകുന്നത്. അല്ലാതൊന്നും ഇന്ത്യക്ക് കാരണം ഇന്ത്യ വളരുന്ന എക്കോണമി, ആ രീതിയിലാണ് ഇന്ത്യ കൊണ്ടുപോയത്. അതാണ് അമേരിക്കയുടെ ഒരു ഗെയിം പ്ലാനാണ് ഇന്ത്യ കൊണ്ടുവരിക എന്നുള്ളത്. അമേരിക്ക താഴെ. അതേപോലെയാണ് ബ്രിക്സിലുണ്ടായത്. ആരെങ്കിലും പ്രതീക്ഷിച്ചോ റഷ്യ എന്ന് പറഞ്ഞൊരു രാജ്യം പാകിസ്ഥാനെ അനുകൂലമായിട്ട് എൻഡോസ് ചെയ്ത് ബ്രിക്സിൽ കൊണ്ടുവരണം? ഉറപ്പായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചൈനയും റഷ്യയുമായിട്ടുള്ള ബന്ധം ഇന്ത്യയും റഷ്യയുമായിട്ടില്ല. കാരണം ഹ്യൂജ് ബോർഡറാണ് റഷ്യയും ചൈനയും ഷെയർ ചെയ്യുന്നത്. ഉക്രൈൻ വാറിനകത്ത് പോലും ചൈന റഷ്യക്ക് പലതും സഹായിച്ചിട്ടുണ്ട്. ഡ്രോൺസ് എല്ലാം ഈ ചൈനീസ് സാധനം പോകുന്നത്. റഷ്യയുടെ വലിയൊരു ട്രേഡ് പാർട്ട്ണറാണ് ചൈന. ഹാർഡ്വെയർ, മിലിറ്ററി ഹാർഡ്വെയർ മാത്രമൊന്നുമല്ല, ചൈനയാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡ് വാങ്ങുന്നത് പൈപ്പ് ലൈൻ ഉപയോഗിച്ച്. ചൈന പറയുന്നത് റഷ്യ കേൾക്കുകയുള്ളൂ. ഇതാണ് കൃത്യമായിട്ട് പറഞ്ഞ് ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യാൻ ഈ സന്ദർഭത്തിൽ ആരുമില്ല. അതാണ് ബ്ലണ്ടർ നമ്മൾ കാണിച്ചു എന്ന് പറയുന്നത്. അമേരിക്ക വിട്ടുപോയി എല്ലാവരും വിട്ടങ്ങ് പോകും. ഇതാണ് ബ്രിക്സിലുണ്ടായത്. ആരെങ്കിലും പ്രതീക്ഷിച്ചില്ല അമേരിക്ക പിന്താങ്ങും. ഇവിടെ നടക്കാൻ പോകുന്ന ബ്രിക്സ് മീറ്റിംഗ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത്, അടുത്ത ചെയർമാൻഷിപ്പ് ഇന്ത്യയുടെയാണ്. അതിനകത്ത് ചൈനീസ് പ്രസിഡന്റ് വന്നില്ല എങ്കിൽ ബ്രിക്സ് ഇല്ല. അമേരിക്കൻ പ്രസിഡന്റ് G20 പോയില്ല, G20 ഇല്ല. അമേരിക്കൻ പ്രസിഡന്റ് G7 പോയില്ല, G7 ഇല്ല. അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം നടക്കുന്നത് റോട്ടീനായിട്ട് നടക്കുന്ന സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം ഡിസിഷൻ വരേണ്ട ഈ രാജ്യങ്ങളിൽ നിന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കാണുന്നതൊന്നുമല്ല. അകത്തൂടെ നടക്കുന്ന ഗെയിമുകളൊക്കെ വ്യത്യസ്തമാണ്. പക്ക കച്ചവടം തന്നെയാണ്. അതായത് റഷ്യ ഉദ്ദേശിച്ച പരിപാടികളൊന്നും ഇന്ത്യയുമായിട്ട് നടന്നില്ല. റഷ്യയുടെ പല ഫാക്ടറികളും പൂട്ടിപ്പോയി ഡിഫൻസുമായി ബന്ധപ്പെട്ട്. കാരണം ഹ്യൂജായിട്ട് ഇന്ത്യ പ്രൊക്യൂർ ചെയ്തുകൊണ്ടിരുന്ന റഷ്യയിൽ നിന്നാണ്. റഷ്യ ഉക്രൈൻ വാറുമായിട്ട് അവർക്ക് പലതും തരാൻ പറ്റിയില്ല. ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളിലോട്ട് പോയി. അതേപോലെ തന്നെ അമേരിക്കയുടെ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ട് ഇന്ത്യയുടെ മുകളിലൂടെ ഇനിയും ഫർദറായിട്ട് റഷ്യയുടെ സാധനം വാങ്ങുവാണെങ്കിൽ അമേരിക്ക സഹായിക്കില്ല, സർവീസ് നടത്തത്തില്ല, ഫർദർ സാധനങ്ങൾ തരികയില്ല. നിങ്ങൾ നോക്കിക്കോണം, ഇസ്രായേലിലെ ഏത് സാധനത്തിൻ്റെ ലൈസൻസിങ് എന്ന് പറയുന്നത് അമേരിക്കയുടെ. അങ്ങനെ പറഞ്ഞ് ഇസ്രായേലൊക്കെ അമേരിക്ക പറയുന്നതേ കേൾക്കത്തുള്ളൂ. ഇതൊക്കെ തെറ്റായ ധാരണ തലവെച്ചുകൊണ്ടിരിക്കുന്നതാണ്. കൃത്യമായിട്ട് പറയാം, ഗ്ലോബലായിട്ട് പല ഫോറംസ് ഉണ്ട് ലോകത്ത്. ഒരിടത്ത് ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന അമേരിക്കയാണ്. അതാണ് അവരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. മറ്റൊരെണ്ണം ഉണ്ടാക്കി വരാൻ ശ്രമിക്കുന്നുണ്ട് ചൈന, SCO, ബ്രിക്സ്, ഇങ്ങനെ പലതും. പക്ഷെ അതിനെ നിലനിർത്താൻ വേണ്ടി അമേരിക്ക സമ്മതിക്കത്തില്ല. അവരതിനെ കുളവാക്കും. ഇപ്പം സൗത്ത് ആഫ്രിക്കെതിരെ 30% ടാരിഫ്, ഇന്ത്യക്കെതിരെ 50% പ്യൂണിറ്റി ടാരിഫ് എന്നൊക്കെ പറയുന്നത് ഈ റഷ്യൻ ഓയിൽ മാത്രമൊന്നുമല്ല, ബ്രിക്സും ഒക്കെ കണ്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ റഷ്യയുടെ ഈ പറഞ്ഞ 2 സാക്ഷൻ കൊടുത്തു കമ്പനികൾ, അവർ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. റിലയൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരെ വന്നു കഴിഞ്ഞു. പിന്നെന്തുകൊണ്ടെന്ന് പിൻവലിക്കത്തില്ല. അതായത് ട്രസ്റ്റ് അങ്ങ് പോയി ഇന്ത്യയുമായിട്ടുള്ള. ഇനി വരാൻ പോകുന്നൊരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പോഴാർക്കും പറയേണ്ട ബ്രിക്സ് കറൻസി വേണമെന്ന്. ഇതൊന്നും ആ പരുവത്തിലൊന്നും നടക്കാനൊന്നും പോകുന്നൊന്നും വലിയ പാടാണ്. ഇത് ബ്രിക്സ് കറൻസി വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ, റഷ്യയുടെ, ചൈനയുടെ, ഇന്ത്യയുടെ കറൻസി ഒന്നാവുക. അതിനകത്ത് ആർക്കാ മേൽക്കോയ്മ? ചൈന.
ചൈന ശരിക്കും അങ്ങ് ബുൾഡോസ് ചെയ്യും. കാരണം അവൻ്റെ ആണ് മാനുഫാക്ചറിങ് ഹബ് എന്ന് പറയുന്നത്. അവനാണിത് വിൽക്കുക, അതുണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഇന്ത്യയിലൊക്കെ സ്ക്രൂ ഡ്രൈവർ ടെക്നോളജി മാത്രമേ ഉള്ളത്, കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഫിറ്റ് ചെയ്യുകയോ കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഗ്ലോബൽ മാനുഫാക്ചറിങ് ഇഞ്ചൻ എന്ന് പറയുന്ന ചൈനയാണ് ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത്. അവർക്ക് എന്തിനും പൊട്ടൻഷ്യൽ ത്രെട്ടുള്ളത് അമേരിക്ക മാത്രമാണ്. കാരണം പല രീതിയിൽ സാങ്ഷനും ടാരിഫും അതും ഇതുമൊക്കെ. അതിലോട്ടല്ല ഞാൻ പോകുന്നത്. ബ്രിക്സ് എന്ന് പറയുന്ന ചൈനയുടെയാണ്. ഇത് ഇന്ത്യയുടെ അംഗരാജ്യം എന്ന് മാത്രമേ ഉള്ളൂ. റഷ്യ പോലെ ചൈനയാണ് നിയന്ത്രിക്കുന്നത്. ചൈന പറയുന്ന പോലെ പോവുകയുള്ളൂ. പിന്നെ മെമ്പർ രാജ്യങ്ങൾ പോലും ചൈന പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകത്തുള്ളൂ. ഇന്ത്യക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല അതിൻ്റെ അകത്ത്. അതാണ് ചൈന ഫിനാൻഷ്യൽ അവരുടെ മസിൽ പവർ എന്ന് പറയുന്നത് വലിയ രീതിയിലാണ്. ഇന്ത്യയെക്കാളും 5-6% വലിയ സൈസാണ് അവരുടെ എക്കോണമി. അപ്പോൾ മനസ്സിലായിക്കോണം എങ്ങനെയാണ് അവർ കൺട്രോൾ ചെയ്യുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വരാനുള്ള സമയങ്ങളിലൊക്കെ ഉണ്ടാകാൻ പോകുന്ന ബ്രിക്സ് പൊളിഞ്ഞു. ഉറപ്പായിട്ടും ബ്രിക്സ് പൊളിഞ്ഞു പോകും. അപ്പം അതിൻ്റെ ലക്ഷണമാണ് ഒരു പാകിസ്ഥാനെ അവരെയൊക്കെ കൊണ്ടുവരും. ചിലപ്പോൾ അടുത്ത പ്രാവശ്യം പറയും ബംഗ്ലാദേശിനെ കൊണ്ടുവരാൻ. ബംഗ്ലാദേശിനെ ഇവർ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ശത്രു രാജ്യങ്ങളെ അതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഇന്ത്യ അങ്ങ് എടുത്ത് ദൂരക്കളയുക. അതാണ് ഉദ്ദേശം. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ആദ്യം ഓരോ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് ബ്രിക്സ് കറൻസിയിൽ നിന്ന് എടുത്ത് ചാടുന്നതിന് മുമ്പ് എന്താണെന്നും എന്താണ് ഇതിൻ്റെ ഫ്യൂച്ചറും ചൈനയുടെ മസിൽ പവറും ഡോമിനേഷനും എത്രമാത്രം ഇതിലുണ്ടെന്നും ഒന്ന് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ ബ്രിക്സിനെ പറ്റി യഥാർത്ഥം പിടികിട്ടും. എന്നിട്ട് കോഡിനെ പറ്റി പഠിക്കണം. കോഡ് അതിനകത്ത് അമേരിക്ക കഴിഞ്ഞ 2ാം പവർ ഇന്ത്യ തന്നെയായിരുന്നു. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂറിന് മോദിയായിട്ട് അമേരിക്ക റിലേഷൻഷിപ്പ് മോശമായി, അതില്ലാതായി. അതാണ് സെറ്റ് ബാക്ക് എന്ന് പറയുന്നത്. ഇന്ത്യ ഒതുക്കേണ്ട അടുത്തെല്ലാം ഇപ്പം റഷ്യയും അമേരിക്കയും ചൈനയും എല്ലാവരും ഒതുക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ തെളിവ് തന്നെയാണ് ബ്രിക്സിൽ പാകിസ്ഥാനെ കൊണ്ടുവരുന്നത്. ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ ഏറ്റവും നല്ലത്.